Specific gravity of soil by piconometer method. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക്. നമ്മൾ പൈക്കോമീറ്റർ ഉപയോഗിച്ചിട്ടും കോണിക്കൽ ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ടും ഡെൻസിറ്റി ബോട്ടിൽ ഉപയോഗിച്ചിട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. ഇതിന് ഏറ്റവും ആവശ്യകത വരുന്നത് നമ്മൾ ഡിസൈൻ അനാലിസിസും അതുപോലെ തന്നെ നമ്മളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അതുപോലെ തന്നെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന വർക്കുകൾ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡും അതുപോലെ തന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സോയിൽ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ അപ്പാരറ്റസ് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ വർക്കിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നമുക്ക് പൈക്കോമീറ്റർ, അതുപോലെ തന്നെ ഗ്ലാസ് റോഡ്, ഇതിന് വെയിറ്റ് നോക്കാനായിട്ട് നമ്മൾ ബാലൻസ് ഉപയോഗിക്കുന്നു, ഓവൻ ഡ്രൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ ഉപയോഗിക്കുന്നു, ഡെസിക്കേറ്റർ ഉപയോഗിക്കുന്നു. ഇത് ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്യാവുന്ന വർക്കാണ് നമുക്ക് ഡെൻസിറ്റി ബോട്ടിൽ. എന്നാൽ ഒരു സോയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൈക്കോണോമീറ്ററോ അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെൻസിറ്റി ബോട്ടിംഗ് മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പൈക്കോണോമീറ്ററാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. പൈക്കോണോമീറ്റർ മെത്തേഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഏറ്റവും ആദ്യം സോയിൽ നമ്മൾ എടുക്കണം. അതിക്ക് മുന്നേ പൈക്കോണോമീറ്ററിൻ്റെ എംപ്റ്റി വെയിറ്റ്, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വെയിറ്റ് നമ്മൾ എടുത്തു. നമ്മൾ നന്നായി തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ ഇത് നമ്മൾ എടുത്തിട്ട് എംപ്റ്റി വെയിറ്റ് പൈക്കോണോമീറ്ററിൻ്റെ കണ്ടുപിടിക്കണം. അതിന് കവറിട്ടു നമ്മളിതിൻ്റെ എംപ്റ്റി വെയിറ്റ് ബാലൻസിൽ വെച്ചു. നമ്മൾ അത് നോട്ട് ചെയ്യും. അതിനെ നമ്മൾ W1 ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് കോളത്തിൽ W1 ഒബ്സർവേഷനിലെ W1 നമുക്ക് കിട്ടിയ വെയിറ്റ് അതിൽ നോട്ട് ചെയ്യുക. W1 എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൽ 300 ഗ്രാം അപ്രോക്സിമേറ്റ്ലി 300 ഗ്രാം സോയിൽ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സോയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഓവൻ ഡ്രൈൻ സോയിലാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. ഈ ഓവൻ ഡ്രൈൻ സോയിലാണെങ്കിൽ നമ്മൾ അതിൽ വെച്ചു. അതിനുശേഷം നമ്മൾ അത് 24 മണിക്കൂർ വെച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രസൻസ് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നമ്മൾ അത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസിക്കേറ്ററിൽ വെക്കുന്നു. ഡെസിക്കേറ്ററിൽ വെച്ച് റൂം ടെമ്പറേച്ചറായി. സാധാരണ ഈ വർക്ക് നടക്കുന്നത് നമ്മൾ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റ് കണ്ടീഷൻ ടെമ്പറേച്ചർ. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി 300 ഗ്രാം സോയിൽ നമ്മൾ എടുത്ത് ഫില്ല് ചെയ്യുന്നു. അത് നമ്മൾ ഏകദേശം 300 ഗ്രാം വരാവുന്ന രീതിയിലുള്ള സോയിൽ നമ്മൾ ഈ പൈക്കോമീറ്ററിൽ എടുത്തതിന് ശേഷം നമ്മൾ അത് അടച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് നോക്കണം. നമ്മൾ ബാലൻസിൽ വെച്ചു. ബാലൻസിൽ നോക്കി വെയിറ്റ് നോക്കി അതിനെ നമ്മൾ W2 എന്ന് നോട്ട് ചെയ്തു. ഒബ്സർവേഷൻ കോളത്തിൽ നമ്മൾ W2 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തു. നമ്മൾ ഇതിൽ ഫുള്ളി വാട്ടർ നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ടോപ്പ് വരെ വരാവുന്ന രീതിയിൽ നമ്മൾ ഇതിൽ വെള്ളം നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിൽ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഇതിൻ്റെ എയറിൻ്റെ കംപ്ലീറ്റ് പാർട്ടിക്കിൾ ഉണ്ട്, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ ഇളക്കി നന്നായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എയർ ബബിൾസ് പോയതിന് ശേഷം നമ്മൾ ഇതിനെ കവർ ചെയ്ത് നമ്മുടെ വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയതിന് ശേഷം ആ ഒബ്സർവേഷൻ കോളത്തിൽ നമ്മൾ W3 നമ്മൾ ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മളിതെടുത്തു. ഇതെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തു. പൈക്കോമീറ്റർ അതിൻ്റെ ഉള്ളും എല്ലാം സൈഡും നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വാട്ടർ ഫില്ല് ചെയ്തു. വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് ഇതിൻ്റെ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിയതിന് ശേഷം അപ്പുറത്തെ റീഡിങ് എത്രയോ ആ റീഡിങ്ങാണ് നമ്മൾ W4 എന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ഇതിൽ എഴുതും. പൈക്കോമീറ്റർ മെത്തേഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ കാണുന്ന ഈ ഫിഗർ. നമ്മൾ ഏറ്റവും ആദ്യം പൈക്കോമീറ്ററിൻ്റെ എംപ്റ്റി കണ്ടെയ്നർ വെയിറ്റ് എടുക്കുന്നതാണ് നമ്മൾ W1. പിന്നെ അതിൽ നമ്മൾ തന്നിരിക്കുന്ന സാമ്പിൾ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം കാണുന്നതാണ് W2, അതിൻ്റെ വെയിറ്റ് ആണ്. അതിനുശേഷം ആ സാമ്പിൾ W2 നമ്മൾ ഫുള്ളി വെള്ളം നമ്മൾ ഫില്ല് ചെയ്യാണ്, ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്ത് അപ്പം എടുക്കുന്ന വെയിറ്റ് ആണ് W3. അതിനുശേഷം അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കണ്ടെയ്നറിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യുന്നതിനാണ് അതിൻ്റെ വെയിറ്റ് ആണ് W4. ഇനി നമുക്ക് എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു. സ്പെസിഫിക് ഗ്രാവിറ്റി G = γS / γW ആണ്.
ഗാമ എസ് എന്ന് പറയുന്നത് നമ്മൾ W2 മൈനസ് W1, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സോയില്, നമ്മൾ ഇട്ടിരിക്കുന്ന കണ്ടെയ്നറിലെ സോയിൽ എടുത്തിരിക്കുന്ന W2 എന്ന് പറയുന്ന വെയിറ്റിൽ നിന്നും എം ടി കണ്ടെയ്നറിന്റെ വെയിറ്റ് മാറിയതാണ് ഗാമ എസ്. ഇനി ഗാമ W ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് തന്നിരിക്കുന്ന സോയിൽ സോളിഡിന്റെ വെയിറ്റിന്, വോളിയത്തിന് തുല്യമായ വെള്ളത്തിന്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടമായ എം ടി കണ്ടെയ്നറിലെ വെയിറ്റ് വെള്ളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W4 മൈനസ് W1 ആണ്. ആ W4 മൈനസ് W1ൽ നിന്ന് നമ്മളുടെ സോയിൽ സോളിഡിന്റെ കറസ്പോണ്ട വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W3 മൈനസ് W2 ആണ്. അതായത് W4 മൈനസ് W1 അതിൽ നിന്നും മൈനസ് W3 മൈനസ് W2 ആണ്.